ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നാം പറയാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പറയുന്ന രാശിക്കാർ നിർബന്ധമായും പരമശിവനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും അതിലൂടെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ്. 33 ദേവകൾക്കും നാഥനായ ദേവാദിദേവനായാണ് ഭഗവാൻ ശ്രീപരമേശ്വരനെ കുറിച്ച് ഋഷീശ്വരന്മാർ പറയുന്നത്. അതോടൊപ്പം പരമശിവൻ സംഹാരത്തിൻ്റെ മൂർത്തി കൂടിയാണ്. വളരെ വളരെ ശക്തനും മൂന്നാം തൃക്കണ്ണോട് കൂടിയവനുമാണ് ശിവൻ. തൻ്റെ പാതി ശരീരം ദേവിക്ക് പകുത്തു നൽകി അർദ്ധനാരീ രൂപത്തിലുള്ള ശിവനെ അർദ്ധനാരീശ്വരൻ എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരമേശ്വരനെ ഈ പറയുന്ന 3 രാശിക്കാർ തീർച്ചയായും ആരാധിക്കണം. കാരണം പരമേശ്വരൻ്റെ പ്രിയ രാശികളാണ് ഈ 3 എണ്ണം. ഓരോ രാശിക്കാരും അവരുടെ ദേവതകളെ പൂജിച്ച് ആരാധിക്കേണ്ടതാണ്. അപ്പോൾ ആ ദേവതയുടെ സ്വാധീനം അവർക്കുമേൽ അനുഭവപ്പെടും. ഇനി ഈ ദേവതയെ തിരിച്ചറിയാതിരിക്കുകയും വേണ്ടവിധം പൂജിക്കാതിരിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് ഈ ദേവതാപ്രസാദത്താൽ ലഭിക്കേണ്ടുന്ന പല ഗുണങ്ങളും ലഭിച്ചെന്നും വരില്ല. നേരെ മറിച്ച് രാശി അനുസരിച്ചുള്ള ദേവതയെ വേണ്ടവിധം ഭജിക്കുകയാൽ മോശം ദശാകാലങ്ങളിലും അപഹാര സമയങ്ങളിലും ഗോചരവശാലും ഉള്ള പല ദോഷങ്ങളെയും ഇത് തട്ടിമാറ്റുന്നതുമാണ്. അതോടൊപ്പം ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും അവരെ തേടിയെത്തുകയും എത്ര വലിയ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നേറാനുള്ള പ്രത്യേക കഴിവും ഇവർക്ക് ലഭിക്കുന്നതാകിയാൽ ഈ 3 രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നിങ്ങനെ മേടം രാശിയിൽ ജനിച്ചവർക്ക് പരമശിവന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ പരമശിവന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് വേഗം പരിഹരിക്കാനും കഴിയും. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നുചേരും. അതുപോലെ മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം അര എന്നീ മകരം രാശിക്കാരും പരമശിവന്റെ പ്രിയ രാശിക്കാരാണ്. മകരം രാശിയുടെ അധിപനായ ശനി പരമശിവന്റെ പ്രിയ ഭക്തനും കൂടിയാണ്. ഈ രാശിക്കാർക്കും പരമശിവന്റെ അനുഗ്രഹത്തിനാൽ തൊഴിലിൽ ഉയർച്ചയും അംഗീകാരവും പദവികളും ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഏത് വെല്ലുവിളികളെയും പരമശിവന്റെ അനുഗ്രഹത്തിനാൽ ഇവർക്ക് തട്ടിമാറ്റാൻ കഴിയുന്നതാണ്. ആയതിനാൽ ഇവരും പരമശിവനെ ഭജിക്കേണ്ടതാണ്. അതുപോലെ അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ എന്നിങ്ങനെ കുംഭം രാശിയിൽ ജനിച്ചവരും പരമശിവനെ തീർച്ചയായും പ്രാർത്ഥിക്കണം. ഇതും ശിവഭഗവാന്റെ ഇഷ്ടരാശിയാണ്. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ സമ്പത്തിനും സന്തോഷത്തിനും ജീവിത സൗഭാഗ്യങ്ങൾക്കും യാതൊരു കുറവും ഇവർക്കും ഉണ്ടാകുന്നതല്ല. ഈ 3 രാശിക്കാരും നിത്യവും കാലത്ത് കുളിച്ച് ശുദ്ധരായതിനു ശേഷം ഓം നമഃശിവായ എന്ന മന്ത്രം 21 പ്രാവശ്യം പരമശിവനെ ധ്യാനിച്ച് ജപിക്കുക. അതോടൊപ്പം ശനിയാഴ്ചകളിൽ കഴിവതും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. അതോടൊപ്പം ശനിയാഴ്ചകളിൽ 101 തവണ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. ഇങ്ങനെ ചെയ്യുന്നതാകിയാൽ നാൾക്കുനാൾ ഈ 3 രാശിക്കാരിലും
പരമേശ്വരൻ്റെ കടാക്ഷം വർദ്ധിക്കുകയും ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും വർദ്ധിച്ചു വരുന്നതുമാണ്. ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭം.